സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ജീവിതവുമായി ഏറ്റവും ആഴത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് LIC. വീടുകളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും തലമുറകളായി ആളുകൾ വിശ്വാസത്തോടെ പണമടച്ച സ്ഥാപനം. ആ LICയുടെ ഓഹരികൾ സർക്കാർ വിൽപ്പന നടത്തി. ഇത് വെറും ഒരു ഓഹരി വിൽപ്പനയായി കണ്ടാൽ മതിയോ? അതോ രാജ്യത്തിൻ്റെ പൊതുസമ്പത്തുമായി ബന്ധപ്പെട്ട വലിയൊരു സാമ്പത്തിക രാഷ്ട്രീയ തീരുമാനമായി ഇതിനെ കാണണമോ? ഇതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ട ചോദ്യം. ആദ്യം ചില വസ്തുതകൾ നോക്കാം. 2022 മെയ് മാസത്തിലാണ് LIC ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തത്. അന്ന് കേന്ദ്ര സർക്കാർ LICയിലെ 3.5% ഓഹരിയാണ് IPO വഴി വിറ്റത്. അതിലൂടെ ഏകദേശം 20,516 കോടി സർക്കാരിന് ലഭിച്ചു. LICയുടെ IPOയിൽ നിന്നുള്ള പണം LICക്ക് ലഭിച്ചതല്ല. ഓഹരികൾ വിറ്റത് സർക്കാരായിരുന്നു. അതിനാൽ വിൽപ്പന വരുമാനം സർക്കാരിനാണ് ലഭിച്ചത്. അന്ന് സർക്കാർ പറഞ്ഞ പ്രധാന വാദം എന്തായിരുന്നു? LICയെ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ കമ്പനിയുടെ മൂല്യം തുറന്ന വിപണിയിൽ പ്രതിഫലിപ്പിക്കും, കൂടുതൽ നിക്ഷേപകർക്ക് പങ്കെടുക്കാൻ അവസരം ലഭിക്കും, സർക്കാരിൻ്റെ ഓഹരി ഒരു ഭാഗം വിറ്റഴിക്കാനും സാധിക്കും എന്നതായിരുന്നു. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. 2022 3.5% മാത്രം വിറ്റ സർക്കാർ പിന്നെയും വലിയൊരു വിഹിതം കൈവശം വെച്ചു. 2026 മാർച്ച് 31 കണക്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ LICയിലെ ഓഹരി പങ്കാളിത്തം 96.5% ആയിരുന്നു. ഇപ്പോൾ വീണ്ടും വലിയൊരു വിൽപ്പന. ഇപ്പോൾ 2026 ഓഗസ്റ്റിൽ ഓഫർ ഫോർ സെയിൽ OFS വഴി സർക്കാർ LICയിലെ 6.5% വരെ ഓഹരികൾ വിറ്റു. അതിനായി 82.2 കോടി ഓഹരികളാണ് ലഭ്യമാക്കിയത്. എന്നാൽ ആവശ്യക്കാർ കൂടുതലായിരുന്നു. ഏകദേശം 111.3 കോടി ഓഹരികൾക്കുള്ള ഡിമാൻഡ് ഉണ്ടായി. അവസാനം ഒരു ഓഹരിക്ക് ഏകദേശം 383.69 രൂപ എന്ന നിരക്കിൽ വിൽപ്പന നടന്നു. സർക്കാരിന് ലഭിച്ചത് ഏകദേശം 31,552 കോടി. അതായത് 2022 IPOയും 2026 OFSഉം ചേർന്നാൽ LICയിൽ നിന്ന് സർക്കാർ സമാഹരിച്ച തുക 10,000 കോടികളാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് LICയുടെ പുതിയ ഓഹരി ഇറക്കി പണം സമാഹരിക്കുന്നതല്ല. ഇത് നിലവിലുള്ള സർക്കാർ ഓഹരികൾ വിറ്റഴിക്കുകയാണ്. അഥവാ LICയുടെ ഉടമസ്ഥതയിൽ സർക്കാരിനുള്ള പങ്കിൽ നിന്നാണ് ഒരു ഭാഗം വിപണിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ചോദ്യമുയരും, എന്തിനാണ് സർക്കാർ LICയുടെ ഓഹരികൾ വിൽക്കുന്നത്? ഇതിന് പ്രധാന കാരണം റെഗുലാറ്ററി റിക്വയർമെൻറ്റ് ആണ്. LICക്ക് പൊതു ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 2027 മെയ് മാസത്തോടെ പൊതുജനങ്ങളുടെ കൈവശം കുറഞ്ഞത് 10% ഓഹരി എത്തിക്കണമെന്ന ലക്ഷ്യത്തിലെ ഭാഗമാണ് സർക്കാർ 6.5% കൂടി വിറ്റഴിച്ചത്. അതോടെ സർക്കാർ വിഹിതം ഏകദേശം 90% താഴും. അതുകൊണ്ട് സർക്കാർ പറയുന്നത് ഇത് LICയെ സ്വകാര്യവൽക്കരിക്കുന്നതല്ല, ആവശ്യമായ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് നിലയിലെത്താനുള്ള സ്റ്റേക്ക് ഡൈലൂഷൻ മാത്രമാണ്. ഈ വാദത്തിന് നിയമപരമായ അടിസ്ഥാനമുണ്ട്. പക്ഷേ അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും അവസാനിക്കുന്നില്ല. കാരണം LIC വെറും ഒരു സാധാരണ കമ്പനിയായല്ല ഇന്ത്യയിൽ വളർന്നത്. 1956 രൂപീകരിക്കപ്പെട്ട LIC രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ഇൻഷുറൻസ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. ജനങ്ങൾ വർഷങ്ങളോളം പ്രീമിയം അടച്ചു. LIC ആ പണം നിക്ഷേപിച്ചു. ആ നിക്ഷേപങ്ങളിലൂടെ രാജ്യത്തെ വിവിധ കമ്പനികളിലും സാമ്പത്തിക മേഖലകളിലും വലിയ സ്വാധീനം LICക്കുണ്ടായി. അതുകൊണ്ട് LICയുടെ ഓഹരി വിൽപ്പനയെക്കുറിച്ചുള്ള ചർച്ച വെറും ഷെയർ മാർക്കറ്റിൽ വാങ്ങണോ വിൽക്കണോ എന്ന ചോദ്യത്തിൽ ഒതുങ്ങാൻ പാടില്ല. ഇത് പൊതുസമ്പത്തിൻ്റെ ഉടമസ്ഥത എങ്ങനെ മാറുന്നു? സർക്കാരിന് പണം ആവശ്യമുണ്ടാകുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽക്കുന്നത് എത്രത്തോളം ശരിയാണ്? ഇന്ന് ലഭിക്കുന്ന ആയിരക്കണക്കിന് കോടികൾക്ക് പകരമായി ഭാവിയിലെ സർക്കാർ ഉടമസ്ഥതയുടെ മൂല്യം കുറയുന്നില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും നമ്മൾ ചോദിക്കണം. അതേസമയം മറുവശവും കാണണം. സർക്കാർ 90% ഓഹരി കൈവശം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ 6.5% വിറ്റതുകൊണ്ട് LIC സ്വകാര്യ കമ്പനി ആയി പോകുന്നില്ല. സർക്കാരിന് ഇപ്പോഴും ഭൂരിപക്ഷ ഉടമസ്ഥതയുണ്ടാകും. അതുകൊണ്ട് LIC മുഴുവൻ വിറ്റു തീർക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം വസ്തുതാപരമായി ശരിയല്ല. പക്ഷേ അതോടൊപ്പം മറ്റൊരു ചോദ്യവും പ്രസക്തമാണ്. ഇന്ന് 6.5%, നാളെ എത്ര? നിയമപരമായ പരിധികൾ പാലിക്കുന്നതായി പൊതു ഓഹരി പങ്കാളിത്തം പിന്നീട് 25%ലേക്ക് എത്തേണ്ട ഘട്ടവും മുന്നിലുണ്ട്. അതുകൊണ്ട് LICയിലെ സർക്കാർ ഉടമസ്ഥത ഭാവിയിൽ എങ്ങനെ മാറുമെന്നത് നിരീക്ഷിക്കേണ്ട വിഷയമാണ്. ഓഹരി വിൽപ്പന എന്നത് വെറും അക്കങ്ങളുടെ കളിയല്ല. വിൽക്കുന്ന സമയത്തെ വിപണി വില, കമ്പനിയുടെ യഥാർത്ഥ മൂല്യം,
നിക്ഷേപകരുടെ താല്പര്യം, സർക്കാരിൻ്റെ അടിയന്തര സാമ്പത്തിക ആവശ്യം, ഇതെല്ലാം വിൽപ്പനയുടെ ഫലത്തെ ബാധിക്കും. 2022 LIC IPOയുടെ ഇഷ്യൂ പ്രൈസ് 949 രൂപയായിരുന്നു. പക്ഷേ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഓഹരി ആ വിലയ്ക്ക് താഴെ വ്യാപാരം ചെയ്ത കാലഘട്ടങ്ങളുണ്ടായി. LICയുടെ ഓഹരി വിലയും കമ്പനിയുടെ അടിസ്ഥാന സാമ്പത്തിക ശക്തിയും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും നിക്ഷേപകർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനാൽ ഒരു ചോദ്യം സ്വാഭാവികമാണ്. സർക്കാർ ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഓഹരി വിൽക്കുമ്പോൾ പരമാവധി മൂല്യം ലഭിക്കുന്ന സമയത്താണോ അത് വിൽക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരിന് പണം ആവശ്യമായ സമയത്ത് വിപണിയിൽ ലഭിക്കുന്ന വിലയ്ക്ക് വിൽക്കുകയാണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഒരു കുടുംബം വർഷങ്ങളായി സമ്പാദിച്ച സ്വത്ത് അടിയന്തരമായി വിറ്റാൽ കിട്ടുന്ന വിലയും ശരിയായ സമയത്ത് ആസൂത്രണം ചെയ്താൽ വിറ്റാൽ കിട്ടുന്ന വിലയും ഒരേപോലെയല്ല. സർക്കാരിൻ്റെ കാര്യത്തിലും സാമ്പത്തിക ആസൂത്രണം അത്ര തന്നെ പ്രധാനമാണ്. ഇനി മറ്റൊരു വശം, LICയുടെ ഓഹരി വിൽക്കുന്നതിലൂടെ സർക്കാരിന് 31,552 കോടി ലഭിച്ചു. ഈ പണം രാജ്യത്തിൻ്റെ പൊതുചെലവുകൾക്കും സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. സർക്കാരിന് ഇതൊരു വരുമാന മാർഗമാണ്. പക്ഷേ ഓഹരി വിൽക്കുന്നത് ഒറ്റത്തവണ ലഭിക്കുന്ന വരുമാനമാണ്. ഒരു കമ്പനിയുടെ ലാഭവിഹിതം ലഭിക്കുന്നത് തുടർച്ചയായ വരുമാനമായിരിക്കാം. അതിനാൽ സർക്കാർ ഇന്ന് ഓഹരി വിറ്റ് പണം നേടുമ്പോൾ ഭാവിയിൽ ആ ഓഹരികളിൽ നിന്ന് ലഭിക്കുമായിരുന്ന ലാഭവിഹിതത്തിൻ്റെ ഒരു ഭാഗവും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം സാമ്പത്തികമായി പ്രസക്തമാണ്. അതിനാൽ LICയുടെ ഓഹരി വിൽപ്പനയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒരുപോലെ ചോദിക്കേണ്ടത് ഇതാണ്: സർക്കാരിന് ഇന്ന് കിട്ടുന്ന 31,552 കോടിയാണോ പ്രധാനപ്പെട്ടത്, അതോ LICയിലെ സർക്കാർ ഉടമസ്ഥതയിൽ നിന്ന് ഭാവിയിൽ ലഭിക്കാവുന്ന വരുമാനവും നിയന്ത്രണവുമാണോ പ്രധാനപ്പെട്ടത്? ഇതിൻ്റെ ഉത്തരം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിലൂടെ തീരുമാനിക്കാൻ കഴിയില്ല. കണക്കുകളിലൂടെ പരിശോധിക്കണം. LIC എത്ര ലാഭം ഉണ്ടാക്കുന്നു, സർക്കാരിന് എത്ര ഡിവിഡൻഡ് ലഭിക്കുന്നു, ഓഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം എവിടെയാണ് ചെലവഴിക്കുന്നത്, വിൽപ്പനയുടെ വില LICയുടെ യഥാർത്ഥ മൂല്യത്തോട് എത്രത്തോളം നീതിപൂർവമാണ്? ഇത്തരം ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കണം. കാരണം LICയുടെ കഥയിൽ ഓഹരികൾ മാത്രമല്ല, ഇന്ത്യയിലെ കോടിക്കണക്കിന് പോളിസി ഉടമകളുടെ വിശ്വാസവും ഇതിലുണ്ട്. അതിനാൽ ഒരു കാര്യം വ്യക്തമായി പറയാം: LICയെ സ്വകാര്യവൽക്കരിച്ചുവെന്ന് ഇപ്പോൾ പറയുന്നത് വസ്തുതയല്ല. പക്ഷേ LICയിലെ സർക്കാരിൻ്റെ ഉടമസ്ഥത ഘട്ടം ഘട്ടമായി കുറയുന്ന പ്രക്രിയ നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. 2022 3.5%, 2026 6.5%. ഇനി മുന്നിൽ എന്താണ്? അതിനാലാണ് യഥാർത്ഥ രാഷ്ട്രീയ സാമ്പത്തിക ചർച്ച. പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യണോ? അതെ, പക്ഷേ അതിൻ്റെ പേരിൽ പൊതുസമ്പത്ത് കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കരുത്. അതേപോലെ സർക്കാർ ഉടമസ്ഥതയിലുള്ളത് എന്ന ഒറ്റ കാരണത്താൽ ഒരു സ്ഥാപനത്തിലും കാര്യക്ഷമതയില്ലാത്ത മാനേജ്മെൻറ്റിനെ സംരക്ഷിക്കണമെന്നും പറയാനാവില്ല. അതിനാൽ യഥാർത്ഥ ചോദ്യം ഓഹരി വിൽക്കണമോ വിൽക്കരുതോ എന്നതല്ല, എന്തിനു വിൽക്കുന്നു, എത്ര വിൽക്കുന്നു, ഏത് വിലയ്ക്ക് വിൽക്കുന്നു, ആ പണം എവിടെ ഉപയോഗിക്കുന്നു, രാജ്യത്തിന് ദീർഘകാലത്തിൽ എന്താണ് ലഭിക്കുന്നത് എന്നതാണ്. LICയുടെ ഓഹരി വിൽപ്പനയെക്കുറിച്ച് നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കണം. കാരണം ഇത് ഒരു കമ്പനിയുടെ ഓഹരി മാത്രമല്ല, ഇത് പൊതുസമ്പത്താണ്. സർക്കാർ ധനകാര്യം, സാധാരണക്കാരൻ്റെ നിക്ഷേപം, രാജ്യത്തിൻ്റെ സാമ്പത്തിക നയം, ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് LICയുടെ ഓഹരി വിൽപ്പനയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒരു കാര്യം മറക്കരുത്: പൊതുസമ്പത്ത് ആരുടെയും സ്വകാര്യ സ്വത്തല്ല, അത് ജനങ്ങളുടെ സ്വത്താണ്. സർക്കാർ അതിൻ്റെ കാവൽക്കാരാണ്. അതിനാൽ വിൽക്കുകയാണെങ്കിൽ പോലും ജനങ്ങൾക്ക് പരമാവധി മൂല്യം ഉറപ്പാക്കി പൂർണ്ണ സുതാര്യതയോടെ ഭാവിയിലെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം വിൽക്കേണ്ടത്. ഇതാണ് LIC ഓഹരി വിൽപ്പന നമ്മളോട് ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? LICയിലെ സർക്കാർ ഓഹരി കുറയ്ക്കുന്നത് സാമ്പത്തികമായി ശരിയായ തീരുമാനമാണോ, അതോ രാജ്യത്തിൻ്റെ പൊതുസമ്പത്ത് ക്രമേണ വിപണിയിലേക്ക് മാറ്റുന്ന നയത്തിൻ്റെ ഭാഗമാണോ? ജനങ്ങൾ പ്രതികരിക്കട്ടെ.